ഹായ് എവരി വൺ. നമ്മൾ പാലക്കാട് ചിറ്റൂര് പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയിരിക്കുകയാണ്. 16ാമത്തെയാണ്. ഒരു 3-4 വർഷമായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. IFFK പോലുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലൊക്കെ എനിക്ക് ഇന്നും സ്വപ്നമാണ്. ഓരോ തവണ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റാറില്ല. എത്തവണയും സാഡ് പോകാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ഞാൻ കറക്റ്റായി പോകും. പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവലാണ്, നമ്മുടെ ചിറ്റൂരാണ് ഇത് നടക്കാറുള്ളത്. അങ്ങനെ അതിൽ കാണുന്ന മിക്കവാറും അങ്ങനെ വലിയൊരു ഫിലിം ഫെസ്റ്റിവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ OTT റിലീസായിട്ടുള്ളതും നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ ഞാൻ കണ്ടതൊക്കെ ആയിരിക്കും കൂടുതൽ. എന്നാലും ചില സിനിമകൾ കാണാനുള്ള അവസരം ഈ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ കാണുന്ന ചില പിക്കുകളാണ് ഞാൻ ഇവിടെ ഇന്ന് തൊട്ട് പറയാൻ പോകുന്നത്. എന്തായാലും അതുവരെയ്ക്കും റിലീസ് ചെയ്ത കുറച്ച് പടങ്ങൾ കാണാൻ പറ്റില്ല. ഫെബ്രുവരി 5 വരെ ഉണ്ട് ഫിലിം ഫെസ്റ്റിവൽ. അങ്ങനെ ഞാൻ ആദ്യം കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മ്യൂസിക് ഡോക്യുമെന്ററി ആണ്, ലോങ് ഫോം ആണ്. ദളിത് സുബ്ബയ്യ വോയിസ് ഓഫ് റബൽസ് എന്ന് പറയുന്ന ഒരു ഗംഭീര ഡോക്യുമെന്ററി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവലിന് ഈ ഡോക്യുമെന്ററി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡയറക്റ്റഡ് ബൈ ഗിരിധരൻ ആൻഡ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രഞ്ജിത്താണ്. ആക്ച്വലി ലളിത് സുബ്ബയ്യ എന്ന് പറയുന്ന വ്യക്തിനെ അറിയാൻ വൈകി എന്നതിലൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക്. തീർച്ചയായിട്ടും ഇതിന്റെ അവസാനം പുള്ളിയുടെ വോയിസ് നോട്ടിലൂടെ തന്നെ പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഒന്നും പറയില്ല, മരിച്ചതിന് ശേഷം നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് ഒരു റൈറ്ററാണ്, ഒരു പോയട്രിയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പാട്ടുകാരനാണ്. അതിനേക്കാൾ ഉപരി ഒരു നല്ലൊരു കോമ്രേഡാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പുള്ളി നല്ലൊരു അംബേദ്കർ ഫാനായിരുന്നു. ഇപ്പം ദളിത്തിനോട് നടക്കുന്ന ഒരു അക്രമം അല്ലെങ്കിൽ അടിച്ചമർത്തൽ, അതിനെതിരെ പാട്ടുകളിലൂടെ പാട്ട് എന്നുള്ള ഒരു ആയുധമാക്കി സ്റ്റേജുകളിൽ പാടി നടന്ന ഒരു വ്യക്തി കൂടിയാണ്. നല്ലൊരു മനുഷ്യ വ്യക്തിത്വം ഉള്ള ഒരാൾ കൂടിയായിരുന്നു സുബ്ബയ്യ എന്ന് പറയുന്നത്. നമ്മൾ അറിയാത്ത നമ്മുടെ ഒരു കുറവ് തന്നെയാണ്. അങ്ങനെ നമുക്ക് അറിയപ്പെടാത്ത ഒരു കലാകാരനെ നമ്മൾ അറിയിപ്പിച്ചു എന്നുള്ള ഒരു വലിയൊരു സംഭവം കൂടെ രഞ്ജിത്തും ഇതിന്റെ ഡയറക്ടർ കൂടിയ ഗിരിധരൻ കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഡോക്യുമെന്ററി ആയതുകൊണ്ട് തന്നെ ഒരു റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസും അവരുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ഒരു സംഭാഷണങ്ങളുമാണ് ഈ ഡോക്യുമെന്ററിയിൽ കൂടുതലായിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് വരികൾ തന്നെയാണ്. ദളിത് സുബ്ബയ്യ അലിയാസ് ലെലിൻ സുബ്ബയ്യ എഴുതിയ വരികൾ വളരെയധികം എല്ലാവർക്കും എതിരെയുള്ള ഒരു എന്താ പറയാ ഭയങ്കര പ്രതിഷേധമായിട്ടുള്ള കുറെ വരികളാണ്. പക്ഷെ ആരെയും മൂപ്പിക്കാത്ത രീതിയിലുള്ള, കേൾക്കുമ്പോൾ നല്ല ഇൻപം എന്ന് തോന്നുന്ന വരികളുമാണ്. പക്ഷേ പറയേണ്ട കാര്യം വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അതും ചെറിയൊരു ഹ്യൂമർ ഫ്ലേവർ ഉണ്ടാവും ആ ലിറിക്സിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കണ്ട അതിൽ കുറെ പാട്ടുകൾ വന്നു പോകുന്നുണ്ട് ഈ ഡോക്യുമെന്ററിയിൽ. അപ്പൊ എനിക്ക് തോന്നിയത് പുള്ളിയുടെ കുറെ വരികൾ എനിക്ക് ഇനി നോക്കണം. അത് എങ്ങനെ ആ വരികൾ പുള്ളിയുടെ കവിതകൾ പാട്ടുകളൊക്കെ മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹം കൂടെ ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായി. ശരിക്കും അതിനപ്പുറം ആ ഡയറക്ടറുടെ ഒരു Q&A സെഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഇതേപോലെ കുറെ കലാകാരനെ പിക്ക് ചെയ്തിട്ട് ഓരോരുത്തരിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കാനായിരുന്നു പ്ലാന്. അങ്ങനെ ഫസ്റ്റത്തെയാണത്. ഇനിയും കുറെ ആളുകളുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സന്തോഷം. അങ്ങനെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ആദ്യം കണ്ടത് ഇത് തന്നെയാണ്. എൻ്റെ ജോലി തിരക്കിനിടയിലും വളരെ ചില സിനിമകളൊക്കെ മിസ്സാവാറുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ കൂടുതൽ സിനിമ മിസ്സാവാറ്. ഇത്തവണ ഈ കാണാൻ ആഗ്രഹമുള്ള സിനിമ ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ട് എന്തായാലും കാണണം എന്നുള്ളതാണ്. അങ്ങനെ ദളിത് സുബ്ബയ്യ കണ്ടു. നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കണ്ട. ഒരു ഡോക്യുമെന്ററി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു ഗംഭീര സാധനമാണ്. അങ്ങനെ ഒരു വ്യക്തി ഉള്ളത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഭയങ്കര അതാണ്.